ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഈ അമ്പലം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് മകരപ്പത്തിൻ്റെ വേലാഘോഷം. അപ്പോൾ തലേദിവസം തന്നെ ഞങ്ങൾ അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. കുറേ ഉണ്ണിവള്ളി ആയാലും അതേപോലെ അവിടെയുള്ള ചേച്ചിമാരും അവരൊക്കെ ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി വൈകിട്ട്. അപ്പോൾ ഇതാ ആലിൻ്റെ ചുവട്ടിൽ കാണാം കുറേ പഴമൊക്കെ വെച്ചിട്ടുണ്ട്, കൊലകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ചടങ്ങാണ്, അതൊക്കെ തൂക്കി അവിടെ ഇടാറുണ്ട് പൂരത്തിൻ്റെ അന്ന്, വേലയുടെ അന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിപ്പാട്ടാണ് ആദ്യം തന്നെ വാങ്ങിയത് കേട്ടോ. പോയിട്ട് അതായത് അവൻ്റെ കണ്ണിൽ പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയ പന്തലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ഇതിൻ്റെ താഴെ വെച്ചിട്ടാണ് ഓരോ ഐറ്റം വരുമ്പോൾ അവിടെ നിന്ന് കളിക്കലൊക്കെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ എല്ലാം കണ്ട് നടന്ന് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അത് ആ ചേട്ടൻ മോനോടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് കാണാം. പിന്നെ നല്ല തേരുള്ള പാവാടയിട്ട് അപ്പോൾ കുറച്ച് പ്രോഗ്രാമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. സാമ്പാർ, പപ്പടം, എലിശ്ശേരി, അതുപോലെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഐസ്ക്രീം വണ്ടി വന്നു. അതുവരെ അവൻ വാശി പിടിച്ചു. അപ്പോൾ അപ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടി. പിന്നെ വന്നു. അപ്പോൾ അത് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ 10 മണിയാകുമ്പോൾ തീർത്തു. അങ്ങനെ പിറ്റേ ദിവസം എന്താ മേമയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഉണ്ണി അവിടെ കിടന്ന് അവളുടെ കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും കുറുമക്കറി പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ഇതാണ് മേമയുടെ ഉണ്ണി. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കറികളും ഓരോന്നും ഉണ്ടാക്കലും അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫുൾ ബിസിയായി. അപ്പോൾ വേഗം കഴിച്ചാൽ പൂരത്തിന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇരുന്ന് വേഗം കഴിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഉച്ചയല്ല 2 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ എത്തി ഓരോ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ട് അവിടെ കാവാണ്, അവിടെ അടുത്തന്നെ വീടിൻ്റെ അടുത്തൊരു കാവാണ്, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് കളിപ്പാട്ടൊക്കെ വാങ്ങിയതാണ് വീട്ടിൽ. ചിറ്റയും മോനും കൂടിയിട്ട് ഇതേ കളിയാണ്. അത് ഭക്ഷണം കഴിക്കാൻ വന്നതുണ്ട് ഞങ്ങൾ. അപ്പോൾ ഭക്ഷണം ഞങ്ങൾ ഇലയിലൊക്കെ ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ 4 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ രാത്രിക്ക് വരാമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവിയൽ വെച്ചു, സാമ്പാർ, മീൻകറി, പിന്നെ ചിക്കൻ, പിന്നെ ഒന്നുമില്ല, അധികമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ ധാരാളം ഞങ്ങൾക്ക്. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. മോൻ്റെ ഇരിപ്പൊക്കെ കണ്ടില്ലേ, ചിറ്റ വന്നതിൻ്റെ ഗമയാണ് കേട്ടോ കിടന്ന് കാണിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇനി പൂരപ്പറമ്പിലേക്ക് പോവും. അവിടെ ബാക്കിയുള്ളത് ഒരു 4 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെയൊക്കെ എല്ലാം കയറാം, എല്ലാ ഐറ്റംസൊക്കെ കയറാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതേവിടെ വീണ്ടും അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിലത്തെ പൂരം അവിടെ പ്രോഗ്രാംസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഓൾറെഡി ആലിൻ്റെ മേലെ ഇതൊക്കെ തൂക്കിയിരുന്നത്. അതേപോലെ അവർ ഫുൾ കൊലകളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് പൂരമൊക്കെ കാണാൻ പോകാനുണ്ട്. കണ്ടില്ലേ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊലയൊക്കെ തൂക്കിയിട്ടിട്ട് ഇളനീരും കൊലയൊക്കെ, ഇതൊക്കെ പിറ്റേ ദിവസം മീൻസ് പുലർച്ചെ, പിറ്റേ ദിവസം പുലർച്ചെ വേല കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ ആകുമ്പോൾ ലേലം ചെയ്യും ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങാറില്ല അധികം. തുടങ്ങി
അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ പോയത് മമ്മിയൂരുള്ള നാരായണകുളങ്ങര അമ്പലത്തിലാണ് കേട്ടോ. ഇനി ബാക്കി അവിടെ ഞങ്ങൾ നിന്ന് കാണാറുള്ള കൊല്ലം. അപ്പോൾ മേളൊക്കെ കേട്ട് ഞാൻ നിന്ന് തുള്ളുണ്ടായിരുന്നു അവനെ കൈ പിടിച്ചത്. പക്ഷെ അവന് ഇഷ്ടമാണില്ല. അപ്പം എൻ്റെ കഴുത്തൊക്കെ പിടിച്ച് തിരിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ റോട്ടിലേക്ക് ഇത്തിരി നീങ്ങുന്നത് പേപ്പർ വീണത് ഞങ്ങൾ മനഃപൂർവ്വം അവിടെ ചെന്നു മേല് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായി മോന്. അങ്ങനെ ഓരോ സെറ്റും വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ ആവേശത്തിൽ എല്ലാവരും കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൊതിയാവുന്നുണ്ട്. പക്ഷെ അവൻ തീരെ സമ്മതിക്കുന്നില്ല. അവൻ ഉറക്കം വന്നതിൻ്റെ ഒരു വാശി കാണിക്കുന്നത്. എന്നെ കളിക്കാനേ സമ്മതിക്കില്ല, അവനും കളിക്കില്ല. നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടാണ്. റോട്ടിലത്തെ ഒരുവിധം പരിപാടികൾ കണ്ടപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. അവിടുത്തെ നേരെ കണ്ടത് ഞാൻ മാങ്ങയാണ് കേട്ടോ, നിറച്ച് മാങ്ങ. കുറച്ച് നേരം അതുമ്പോൾ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മേളമൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ആൾക്കാരുടെ ബഹളവും മേളവും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ പൂരത്തിൻ്റെ അന്ന്. ഞങ്ങളതൊക്കെ നിന്ന് ആസ്വദിച്ചു. അപ്പോഴേക്കും ചിറ്റയും പാപ്പനും പിന്നെ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് കറങ്ങി ഓരോന്ന് കണ്ട് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോഗ്രാംസ് കൂടി അമ്പലത്തിൻ്റെ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിന്ന് കാണാം. അപ്പോൾ അവൻ്റെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ടാ. അങ്ങനത്തെ അവൻ വിചാരിച്ച അവൻ്റെ ആളെത്തിയപ്പോൾ അവൻ ഭയങ്കര ഉഷാറായി ഡാൻസ് കളിച്ചു തുടങ്ങി. അവൻ്റെ മാമൻ എന്ന് വെച്ചാൽ എൻ്റെ ചിറ്റയുടെ മോൻ. അപ്പോൾ ഭയങ്കര കളിയായി. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് അവൻ്റെ ആക്ഷനൊക്കെ കണ്ടിട്ട്. അവന് പുലിക്കളിയുടെ സ്റ്റെപ്പൊക്കെ ഇട്ടാണ്. അത് കഴിഞ്ഞ് പൂരം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കാണേണ്ട സംഭവങ്ങൾ. ഇത് കണ്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.